വഞ്ചിയൂർ ബാബു ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വഞ്ചിയൂർ ബാബു, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. ഇത്തരത്തിൽ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു പരിപാടി അവിടെ നടക്കുന്നു. അതിൽ കോർപ്പറേഷന് ബന്ധമുണ്ട്. കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നു. നേരത്തെ തന്നെ വൃക്ഷത്തൈ വിതരണമടക്കം മേയർ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ടെലിഫോൺ ലൈനിൽ അല്പം മുൻപ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മേയർ പറയുന്നത്. താങ്കൾ എന്താണ് പ്രതികരിക്കുന്നത്? അല്ലല്ല, ഇത് ഈ റോഡ് തടസ്സപ്പെടുത്തരുത്, വാഹനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ള നിലയ്ക്കുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഞങ്ങളെ വഞ്ചിയൂർ ഒരു സ്റ്റേജ് കെട്ടി എന്ന് പറഞ്ഞൊരു ആക്ഷേപം ഉണ്ടായിരുന്നു മുമ്പ്. ആ ആക്ഷേപം യഥാർത്ഥം പറഞ്ഞാൽ ഒരു സൈഡ് വാഹനങ്ങൾക്ക് യഥേഷ്ടം പോകാൻ സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ അന്ന് സ്റ്റേജ് കെട്ടിയത്. പക്ഷെ അത് പിന്നെ ഒട്ടനവധി തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കി. അത് പലരും തടസ്സം ഉണ്ടാക്കിയതും കൂടെയാണ്. മറ്റ് പോകാൻ സൗകര്യം ഉണ്ടായിരുന്ന വഴിയിൽ, വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം ഉണ്ടായിരുന്ന വഴിയിൽ വാഹനങ്ങൾ കൊണ്ടിട്ട് ഒരു വാഹനത്തിനും പോകാൻ കഴിയാത്ത തരത്തിലുള്ള കൃത്രിമമായി തടസ്സം സൃഷ്ടിച്ചതിന്റെ ഫലമായാണ് അന്ന് കേസെടുത്തത്. ആകട്ടെ, ഏതായാലും അത് തെറ്റാണെന്ന് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അതിന്റെ ആ തെറ്റിന് കേസ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനെതിരെ ആക്ഷേപം ഉന്നയിച്ചവരാണ് വി രാജേഷും തുടങ്ങിയുള്ള BJPയുടെ എല്ലാവരും. അവരിത്തരത്തിൽ റോഡ് തടസ്സപ്പെടുത്തി വാഹനങ്ങൾക്ക് പോകാതെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഹൂങ്ക് BJPക്ക് എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നതെല്ലാം തന്നെ ഇത്തരത്തിൽ ഹൂങ്കോട് കൂടി ഞങ്ങളെ ആരും ഒന്നും ചോദ്യം ചെയ്യില്ല എന്നുള്ള ഹൂങ്ക് അവർക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ BJPക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടുകയും അതോടൊപ്പം തന്നെ അസംബ്ലിയിൽ 3 സീറ്റ് ലഭിക്കുകയും കൂടി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കേരളത്തിലും എന്തുമാകാമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഓട പൊട്ടി അതുവഴി. ബാബുവാണ് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചത്.